സംസാരിച്ചത് അതായത് എന്താണ് മൈഗ്രേഷൻ ഉണ്ടാകാനുള്ള കോസസ് എന്താണ്, അതിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ കോസസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതായത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അത് സോഷ്യൽ ഫാക്ടേഴ്സോ പൊളിറ്റിക്കലോ ഇക്കണോമിക്കോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലോ മെഡിക്കൽ റീസണോ ഇവയെല്ലാമാണ് മൈഗ്രേഷൻ ഉണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. രണ്ടാമത് നമ്മൾ പ്രോബ്ലംസ് എന്താണെന്ന് നോക്കി. പ്രോബ്ലംസ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി, അതായത് മൈഗ്രേഷൻ കൊണ്ട് അത് പോപ്പുലേഷൻ പ്രഷർ കൂടുതൽ ജനവാസം കൂടുതലായിട്ട് ജനങ്ങളുടെ എണ്ണം സൈസ് ഓഫ് പോപ്പുലേഷൻ കൂടാനായിട്ട് കാരണമാകുന്നു. മാത്രമല്ല ഫുഡ് ഷോർട്ടേജ്, ഭക്ഷ്യധാന്യങ്ങളുടെ കുറവ് കാണുന്നു. സോഷ്യൽ ക്രൈംസ്, പല രീതിയിലുള്ള ക്രൈംസ് ഉണ്ടാകാനായിട്ട്, കുറ്റങ്ങൾ കൂടാനായിട്ട് കാരണമാകുന്നു. ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ, സൊസൈറ്റികളിൽ ജനങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ, അതായത് ജനങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ പല രീതിയിലുള്ള അസുഖങ്ങൾ കടന്നു വരാനായിട്ട് ഇടയാകുന്നു. ഇൻഫെക്ഷൻ, ഹെൽത്തിൻ്റെ ഇൽ ഹെൽത്ത് ഫീൽ ചെയ്യുന്നു. മാത്രമല്ല അതായത് പ്രത്യേകിച്ച് തൊഴിലാളികൾ ദേ ആർ നോട്ട് ഇന്നബിലിറ്റി ടു കോപ്പ് അപ്പ് വിത്ത് ദയർ കൾച്ചറൽ ഡൈവേഴ്സിഫൈഡ് കൾച്ചർ. തൊഴിലാളികൾക്കിടയിലെ വിവിധ സംസ്കാരങ്ങളുള്ള ആളുകളുമായിട്ടുള്ള ഒരു യോജിപ്പ്, നമ്മളിവിടെ കേരളത്തിലുള്ള ആൾക്കാർ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോൾ അവരുമായിട്ടുള്ള കൾച്ചറൽ വ്യത്യാസം ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ എന്താണ് അത് അണേബിൾ ആണ്, അവർക്ക് സാധിക്കാത്ത അവസ്ഥ. സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂഷൻസ്, സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള പുറന്തള്ളലുകൾ. ദെൻ ഹൗസിംഗ് പ്രോബ്ലം. ദീസ് ആർ ദ മെയിൻ പ്രോബ്ലംസ് എക്സിസ്റ്റഡ് ബിക്കോസ് ഓഫ് മൈഗ്രേഷൻ. അപ്പം ഫുഡ് ഷോർട്ടേജ് ഉണ്ട്, പോപ്പുലേഷൻ പ്രഷർ ഉണ്ട്, ദെൻ ഹൗസിംഗ് പ്രോബ്ലം ഉണ്ട്, ദെൻ ഹെൽത്തിൻ്റെ അതായത് പല രീതിയിലുള്ള ഹെൽത്ത് അല്ലെങ്കിൽ എപ്പിഡമിക്സ്, ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ പ്രോബ്ലംസ്. ദെൻ the laborers are not ready to accept the diversified, or workers are not ready to accept the diversified culture, social political exclusions. So these are the main problems are existed in because of migration. മൂന്നാമത് നോക്കി, which are the important policies recommended here in order to solve the problem of migration. Which are the important policies? One is that NORCA. NORCA means there is the non-resident careless affairs. This started here. There is a NORCA started welfare fund scheme. It created welfare fund scheme for the purpose of in order to improve their facility. In order to improve the returnees or Gulf migrants, government started here. There is a welfare fund scheme. At the same time, non-resident Keralites, they are ready to register their names. അതായത് പ്രവാസികൾ, returnees, they are ready to register. And third is that not only this, at the same time, here there is a Karunya financial assistance scheme in order to improve their health. അല്ലെങ്കിൽ ഇവരുടെ രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കാരുണ്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ടുവരുന്നു. And next is that here there is a Karunya financial assistance. Then Pravasi welfare. Pravasi welfare fund. Pravasi welfare fund for the purpose of rehabilitation of returnees. റിട്ടേണീസിൻ്റെ പുനരധിവാസനത്തിന് വേണ്ടി, അതായത് ഇവരെ താമസിപ്പിക്കാൻ വേണ്ടി പ്രവാസി വെൽഫെയർ ഫണ്ട് സ്ഥാപിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഈസ് ദാറ്റ് സ്കിൽ അപ്ഗ്രേഡേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇവരുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സെമി സ്കിൽഡ് പേഴ്സൺ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ട്രെയിനിങ് ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നു. അറ്റ് ദ സെയിം ടൈം കാരുണ്യ നിധി, ദാറ്റ് ഈസ് കാരുണ്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീം. അപ്പം ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോളിസീസ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെൻറ്.
One is that NORCA, that is NORCA mainly for the welfare fund scheme started here. Then non-resident Kerala registered scheme. മൂന്നാമത് here there is a അതായത് കാരുണ്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമിൽ കൂടെ ഇവർക്ക് ഹെൽത്ത് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട് റിട്ടേണീസിനെ. മാത്രമല്ല പ്രവാസി വെൽഫെയർ ഫണ്ടിൽ കൂടെ ഇറ്റ് അലൗഡ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് ദ റിട്ടേണീസ്. Not only these policies, some suggestions also undertaken here, that the starting of MGNREGA, Mahatma Gandhi National Rural Employment Guarantee Act il kude it provided employment facilities to the returnees here. അതായത് പല രീതിയിൽ തൊഴിലവസരങ്ങൾ ഈ സ്കീമിൽ കൂടെ കൊടുക്കുന്നു. അറ്റ് ദ സെയിം ടൈം ഹിയർ ദർ ഇസ് എ കോമ്പൻസേഷൻ ടു ദ റിട്ടേണീസ്. ഇവർക്ക് കോമ്പൻസേഷൻ, ഈ തൊഴിലാളികൾക്ക്, ഈ റിട്ടേണീസ് മടങ്ങി വരുന്ന വർക്കേഴ്സിനെ കോമ്പൻസേഷൻ കൊടുക്കുന്നു. ഇനി മാത്രമല്ല എനി ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് ദ വർക്കേഴ്സ് ദാറ്റ് ഇറ്റ് പ്രിവെന്റഡ് അറ്റ് എനി കോസ്റ്റ്. ഏത് വില കൊടുത്തിട്ടും അത് എത്ര സഹിച്ചാലും അവരുടെ ഇത്തരത്തിലുള്ള ഹറാസ്മെന്റ് ഒഴിവാക്കാനുള്ള സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നു. These are the main important policies are undertaken by the government in order to improve the returnees or there is a return migrants here. അപ്പം ഇതിലെ കോസസ് നമ്മൾ മനസ്സിലാക്കി, ദെൻ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി, പോളിസീസ് നമ്മൾ കൊണ്ടുവന്നു. പോളിസീസ് ആണ് നോർക്ക, ദെൻ രജിസ്ട്രേഷൻ, കോമ്പൻസേഷൻ, ദെൻ പ്രവാസി വെൽഫെയർ ഫണ്ട്, ദെൻ കാരുണ്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ദെൻ MGNREG സ്കീം കൂടെ ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ്, ദെൻ അറ്റ് ദ സെയിം ടൈം ഹറാസ്മെന്റ് അഗെയിൻസ്റ്റ് അറ്റ് ഇറ്റ് പ്രിവെന്റഡ് അറ്റ് എനി കോസ്റ്റ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോളിസീസ്. അപ്പോൾ 3 കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. അതായത് എക്സ്പ്ലെയിൻ കോസസ്, പ്രോബ്ലംസ് ആൻഡ് പോളിസീസ് ഓഫ് മൈഗ്രേഷൻ. ആൻഡ് നെക്സ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ ഗൾഫ് ഇമ്പാക്ട്. അതായത് ഗൾഫ് മൈഗ്രേഷൻ്റെ ഇമ്പാക്റ്റുകൾ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഗൾഫ് ഇമ്പാക്റ്റ് പറയുന്നതിന് മുമ്പ് നമ്മൾ നോക്കുക എന്നാണ് തുടങ്ങിയത്, എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്, അതായത് നമ്മൾ അറ്റ് പ്രസന്റ് 3.5% ഓഫ് ഇന്റർനാഷണൽ മൈഗ്രൻസ് ആണ് കേരളത്തിലുള്ളത്. അതായത് നമ്മുടെ ഗ്ലോബൽ പോപ്പുലേഷൻ്റെ 3.5% ഓഫ് മൈഗ്രൻസ് ആണ് ഇന്റർനാഷണൽ മൈഗ്രൻസ് ആണ് കേരളത്തിലുള്ളത്. ഇതിൽ 2.8% ആയിരുന്നു 2000 2000 ആണ്ടിലെ 2.8% ആണ്. ഇനി when it started in the year of 1973 എന്ത് സ്റ്റാർട്ട് ചെയ്ത്? ഗൾഫ് മൈഗ്രേഷൻ സ്റ്റാർട്ടഡ്. ഗൾഫ് മൈഗ്രേഷൻ സ്റ്റാർട്ടഡ് ഇൻ കേരള ഇക്കോണമി ഇൻ ദ ഇയർ ഓഫ് 1973. 1973 ഇത് ആരംഭിച്ചത്. ഇനി എന്തുകൊണ്ടാണ് why it emerged or what is the reason for there is Gulf migration? There are 2 important reasons. Is that one is that acceleration of industrial growth, and second is that because of the tremendous social change. ഒന്ന് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ വളർച്ചയും, രണ്ടാമത് here there is a tremendous social change in Middle East countries. ഈ 2 റീസൺസ് ആണ് ഗൾഫ് മൈഗ്രേഷൻ ആരംഭിച്ചത്. ദാറ്റ് ഈസ് സോഷ്യൽ ചേഞ്ച്, മിഡിൽ ഈസ്റ്റ് കൺട്രീസിലുണ്ടായ സോഷ്യൽ ചേഞ്ചസും, രണ്ടാമത് എന്താണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ ആക്സിലറേഷൻ, വൻപിച്ച വ്യാവസായിക വളർച്ചയും. ഇതാണ് നമ്മൾ ഇതുണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഗൾഫ് മൈഗ്രേഷൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിതിനെ ഒരു ട്രെൻഡ് വൈസ് അനാലിസിസ് നമ്മൾ നടത്താണ്. ഈ ട്രെൻഡ് വൈസ് അനാലിസിസ് നമ്മൾ നോക്കിയപ്പോൾ അതായത് 4 ഘട്ടങ്ങളായിട്ട് ഇതിനെ തിരിക്കുന്നു. ഒന്ന് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ട്രെൻഡ് വൈസ് അനാലിസിസ് ഓഫ് Gulf migration mainly classified into 4. One is the first phase നമ്മൾ വിളിക്കുന്നതാണ് it is the initial phase of steady growth. Initial phase of steady growth. ഇതിന്റെ കാലഘട്ടം steady growth year of 1976 to 79. Initial growth of initial phase of steady growth. രണ്ടാമത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പീക്ക് ഫേസ്. അതാണ്
1980 തുടങ്ങി 1990 വരെ. മൂന്നാമതാണ് റിവൈവൽ ഫേസ് ആണ്. നമുക്ക് 1991 തുടങ്ങി 95 വരെ. ലാസ്റ്റ് നമ്മുടെ പീരീഡ് ഫ്രം 1995 തുടങ്ങിയിട്ട് 2006. That is based on the Gulf migration trend-wise analysis. Trend-wise analysis of Gulf migration mainly classified into 4. One is that is the first phase, that is initial phase of steady growth. Initial phase of steady growth. The period range from 1976 to 79. 76 തുടങ്ങി 79 വരെ. രണ്ടാമത്തെ കാലഘട്ടമാണ് that is the peak phase. പീക്ക് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1980s തുടങ്ങിയിട്ട് 1990 വരെ. മൂന്നാമത്തെ കാലഘട്ടം റിവൈവൽ ഫേസ്, അതായത് 91 തുടങ്ങി 95 വരെ, 91 തുടങ്ങി 95 വരെ. അവസാനം 1995 തുടങ്ങി 2016 വരെ. ഈ കാലഘട്ടങ്ങൾ അനലൈസ് നമുക്ക് മനസ്സിലാക്കാം. ഇനീഷ്യൽ ഫേസ് ഓഫ് സ്റ്റഡി ഗ്രൂപ്പ് ആരംഭത്തിൽ നമുക്കറിയാം അതായത് 73 ഇത് ആരംഭിച്ചത്. 76 തുടങ്ങി 79 വരെയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സമാന്തരമായിട്ട് ഒരു സ്ഥായിയായിട്ട് വളർച്ചയാണ് ഗൾഫ് മൈഗ്രേഷൻ നമ്മൾ കണ്ടത്. അപ്പം അക്കാലത്ത് നമുക്ക് മനസ്സിലായി വളർച്ചയുണ്ടായിരുന്നു, അത് എന്നും ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. രണ്ടാമത് പീക്ക് ഗ്രോത്ത് ആണ്. അതായത് പീക്ക് ഫേസ് നമുക്ക് പറയാം. കാരണം 80 തുടങ്ങി 90 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച കേരളം നേടിയിട്ടുള്ളത്. അത് അക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത്. മൂന്നാമതാണ് റിവൈവൽ, അതായത് ഒരു തുടക്കം, വീണ്ടും നമ്മൾ താഴോട്ട് നിന്ന് പതുക്കെ ഉയരുന്ന അവസ്ഥ, റിവൈവൽ ഗ്രോത്ത്. അതാണ് 91 തുടങ്ങിയിട്ട് 95 വരെ. വീണ്ടും നമ്മൾ നാലാമത്തെ ഫേസാണ് 95 തുടങ്ങിയിട്ട് 2016. ഇതാണ് കേരളത്തിൻ്റെ, അതായത് ഗൾഫ് മൈഗ്രേഷൻ്റെ ട്രെൻഡ് വൈസ് അനാലിസിസ്. അപ്പോൾ ട്രെൻഡ് നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ നോക്കിയപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ, അതായത് ഈ അടുത്ത കാലത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മൈഗ്രൻസ് ഏറ്റവും കൂടുതൽ പോകുന്ന ഗൾഫ് കൺട്രി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. 89% ആണ് ഗൾഫ് മൈഗ്രൻസ്. നമ്മൾ കേരളത്തിലെ മൈഗ്രൻസ് ഗൾഫ് കൺട്രിയിലെ സൗദി അറേബ്യയിലുള്ളത് 89%. തൊട്ട് താഴെ നിൽക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 37%. ഇനി നമ്മൾ മറ്റ് USA പോലെയുള്ള രാജ്യങ്ങളിലെ നമ്മുടെ മൈഗ്രൻസ് 5-8%, അതായത് 10%-ത്തിനേക്കാൾ താഴെയാണ് കേരളത്തിലെ മൈഗ്രൻസ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളത്, നമ്മൾ കൂടുതലായിട്ട് മൈഗ്രേറ്റ് സൗദി അറേബ്യയിലാണ് 89%. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കണം എത്രമാത്രം വരുമാനമാണ് ഇവിടെ നിന്ന് നമ്മൾ, അതായത് കേരളത്തിലെ എത്രമാത്രം ഫോറിൻ റെമിറ്റൻസ് ആണ് നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ഫോറിൻ റെമിറ്റൻസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമ്മൾ എന്തെടുക്കുന്നു, 1980s നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് 824 crores, 824 കോടി രൂപയായിരുന്നു. 1990 ഇത് 1310 കോടി രൂപ. വീണ്ടും 2008 ഇത് 12811 കോടി രൂപ. 2014 ഇത് 18819 കോടി. ഇതാണ് ഈ കേരളത്തിൻ്റെ വിദേശ വരുമാനം. Because of Gulf migration, Kerala's foreign remittance, it showed there is increasing trend. It very high or peak during the period of 1980 to 90. 80 തുടങ്ങി 90 വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം നമ്മൾ നേടിയിട്ടുള്ളത്. നമ്മുടെ ഭൂരിഭാഗം ജനങ്ങൾ സൗദിയിലാണുള്ളത്, 89%. അപ്പോൾ നമ്മൾ നോക്കി 80 നമുക്ക് 824 കോടി രൂപയാണ് ഫോറിൻ റെമിറ്റൻസ് വിദേശ വരുമാനം നമ്മൾ നേടിയിട്ടുള്ളത്. 90 ഇത് 1310 crore മാറുന്നു. വീണ്ടും 2008 12,811 crores rupees. Then in the year of 2014 it rose to 18,880
19 crores of rupees. ഇതാണ് നമ്മുടെ ഫോറിൻ റെമിറ്റൻസ്. ഇനി നമ്മുടെ ഡെപ്പോസിറ്റ് നമ്മൾ നോക്കണം. പബ്ലിക് സെക്ടർ ബാങ്ക്സിലും നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലും എത്രയുണ്ട് എന്നുള്ളത്. $90,464 crores of rupees. Then 78,532 crores of rupees in the year of 2018. 2018 നമ്മുടെ ഡെപ്പോസിറ്റ്, അതായത് നമ്മുടെ ഹൗസ് ഹോൾഡ്സ് എത്രമാത്രം ഫോറിൻ റെമിറ്റൻസ് ആണ് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ നോക്കിയപ്പോൾ, അതായത് 2018 പബ്ലിക് സെക്ടർ ബാങ്ക്സിലെ നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് 90,461 crores of rupees. 90,461 crores of rupees. എന്നാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലെ ഇത് 78,532 crores of rupees ആണ് നമ്മൾ കണ്ടത്. Then in the year of 2018, number of migrants 34.17 lakh. Number of migrants in the year of 2018 നമ്മുടെ മൈഗ്രൻസ് 34 ലക്ഷത്തി, അതായത് 34.17 ലക്ഷമായിരുന്നു. അപ്പോൾ 2018 നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഡെപ്പോസിറ്റ് that is 90,461 crores rupees. Then പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിന്റെ ഫോറിൻ നമ്മുടെ എന്താണ് ഡെപ്പോസിറ്റ്, ഫോറിൻ റെമിറ്റൻസ് കിട്ടിയ ഡെപ്പോസിറ്റ് 78,532 crores rupees. Then ഇനി നമ്മൾ 2018 കണക്ക് വെച്ച് നമ്മൾ എത്രമാത്രം ഇതാണ് നമ്മുടെ മൈഗ്രൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കി. 34.17 lakh മൈഗ്രൻസ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. So this is about the trend wise analysis of Kerala economy. And next is that, then your question is that what are the important impact of Gulf migration? അതായത് 3 ചോദ്യങ്ങൾ നമ്മൾ എസ്സേയിൽ നമ്മൾ കവർ ചെയ്തു. എന്താണ് അതിൻ്റെ കോസസ് എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, പോളിസീസുകൾ എന്താണെന്ന് പറഞ്ഞു. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ആ ചോദ്യത്തിലായത് എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വാട്ട് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ഗൾഫ് മൈഗ്രേഷൻ. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ഗൾഫ് മൈഗ്രേഷൻ പറയുന്നതിന് മുൻപ് എന്താണ് കേരളത്തിലെ ഗൾഫ് മൈഗ്രേഷൻ്റെ പശ്ചാത്തലം, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ട്രെൻഡ് വൈസ് അനാലിസിസ് നമ്മൾ നോക്കിയത്. എത്രയാണ് അതിൽ നമുക്ക് ഫോറിൻ റെമിറ്റൻസ് കിട്ടുന്നത്, എത്രയാണ് നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ ഡെപ്പോസിറ്റ് എത്രയാണ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൻ്റെ ഡെപ്പോസിറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതായത് 7 ഇമ്പാക്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ഗൾഫ് മൈഗ്രേഷൻ. Impact of Gulf migration mainly classified into 7. One is that on labor market, and second is that impact on society, health and education, and third is that impact on consumption, saving and investment, and next is that economic impact, and fifth is that poverty and income, then impact on reduction in unemployment, and last is that demographic impact. ഇതാണ് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുള്ളത്. വാട്ട് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ഗൾഫ് മൈഗ്രേഷൻ. 7 രീതിയിലാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് ഇമ്പാക്റ്റ് ഓൺ ലേബർ മാർക്കറ്റ്. ഇമ്പാക്റ്റ് ഓൺ ലേബർ മാർക്കറ്റ് ഇറ്റ് ഷോ ദാറ്റ്, അതായത് ഈ ലേബർ മാർക്കറ്റ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഈസ് ദാറ്റ് ബിക്കോസ് ഓഫ് ഗൾഫ് മൈഗ്രേഷൻ ഇറ്റ് റിഡ്യൂസ് അവർ അൺഎംപ്ലോയ്മെൻറ്റ്. സംശയമില്ല, അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് എങ്ങനെ കുറഞ്ഞു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് റെഡ്യൂസ് അവർ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം. ആൻഡ് സെക്കൻഡ് ഈസ് ദാറ്റ് റെഡ്യൂസിങ് ദ സപ്ലൈ ഓഫ് ലേബർ പ്ലസ് ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ എ പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് വർക്കേഴ്സ്. Reduce the supply of labor and increase the demand for particular category of workers. തൊഴിലാളികളുടെ സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ ചുരുക്കം ചില തൊഴിലാളികളുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പം എംപ്ലോയ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ തൊഴിലാളികളുടെ ലഭ്യതയിൽ സപ്ലൈ ഓഫ് ലേബേഴ്സ് കുറഞ്ഞു, എന്നാൽ
ചില തൊഴിലാളികളുടെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഏത് ഡിമാൻഡാണ്, എത്തരത്തിലുള്ള തൊഴിലാളികളുടെ ഡിമാൻഡാണ് കൂടിയത്? പ്രത്യേകിച്ച് ദ ഡിമാൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അതായത് എത്തരത്തിലുള്ള കൂടുതലാണ് നമ്മൾ നോക്കുക. ദാറ്റ് ഈസ് ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. ബട്ട് ഇൻ കേരള, because of Gulf migration, reducing the number of construction workers at the same time to fill up the demand, now we are ready to import workers from other states. That's a complication here. Or here there is a issues there. Thus one side supply of labor comes down. ലേബർ കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ എ പെർട്ടിക്കുലർ കാറ്റഗറിയുടെ ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞു. അതായത് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിലെ കേരളത്തിൽ അവരുടെ അവസരങ്ങൾ കുറഞ്ഞു. കാരണം നൗ ഹിയർ ദർ ഇസ് റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ അളവിൽ കുറഞ്ഞു. ഇതുകൊണ്ട് നൗ കേരള റെഡി ടു ഇമ്പോർട്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫ്രം അതർ സ്റ്റേറ്റ്, മെയിൻലി ഫ്രം ബംഗാൾ, ബീഹാർ, ഒറീസ ആൻഡ് തമിഴ്നാട്. നമ്മൾ ചെയ്യാതെ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന്റെ കുറവ് കേരളത്തിൽ സംഭവിച്ചു. തന്മൂലം നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളായ പഞ്ചാബ്, ബീഹാർ, ബംഗാൾ, ഒറീസ, തമിഴ്നാട് എന്നുള്ള തൊഴിലാളികളെ കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ നടത്തിയത്. ഇത് കേരളത്തിൻ്റെ ഒരു പോരായ്മയാണ്. തൊഴിലില്ലായ്മ കൂടുതലാകുന്നു, കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടില്ലേ, തൊഴിലില്ല നമ്മൾ അവകാശപ്പെടുന്നു. എന്നാൽ നൗ കേരളൈറ്റ്സ് ആർ നോട്ട് റെഡി ടു ഡു construction. Now we are ready to import workers from others. This is one of the paradox here. ഇത് കേരളത്തിലെ പ്രതിഭാസ അല്ലേ? നമുക്ക് പ്രതിഭാസം ഒരു വിരോധാഭാസമായിട്ട് പറയാം. തൊഴിലാളികളെ കിട്ടുന്നില്ല, എന്തുകൊണ്ടത് നമ്മൾ ചെയ്യാൻ അല്ലേ മനസ്സിൽ നമ്മൾ തയ്യാറല്ല, എന്നിട്ട് അതിനുവേണ്ടി മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുക. ഇത് കേരളത്തിൻ്റെ ഒരു വിരോധാഭാസ. ഇതാണ് ഒരു വശത്ത് കാണുന്നത്. ഇത് നമ്മൾ ലേബർ മാർക്കറ്റിനെ കണ്ടി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നൗ ദ മേജർ പാർട്ട് ഓഫ് ഫോറിൻ റെമിറ്റൻസ് യൂസ് ടു കൺസ്ട്രക്ട്, ദാറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് പലാഷ്യൽ ഹൗസസ്. മേജർ പാർട്ട് ഓഫ് ദാറ്റ് ഇസ് അവർ ഫോറിൻ റെമിറ്റൻസ് യൂസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പലാഷ്യൽ ഹൗസസ്. നമ്മുടെ വിദേശ വരുമാനത്തിൻ്റെ മേജർ ഷെയറുകൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള വൻകിട, അതായത് വലിയ വലിയ വീടുകളെ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് അന്തി ഉറങ്ങേ വേണ്ടു അല്ലേ? വലിയ കൊട്ടാര സദൃശ്യമായ വീടുകളൊന്നും വേണ്ട നമുക്ക് അന്തി ഉറങ്ങാനായിട്ട്. ഇങ്ങനെ നമ്മൾ അവിടെ ചൂടത്ത് പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് കിട്ടുന്ന പണം മുഴുവൻ വീടുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഈ വീടുണ്ടാക്കുന്നതുകൊണ്ട് അപാകതയൊന്നുമില്ല. എന്നാൽ കേരളത്തിലെ തൊഴിലാളികൾക്കൊന്നും പണി കിട്ടിയോ? ഇല്ല. അതിനുവേണ്ടി മറ്റ് സ്റ്റേറ്റുകളിൽ തൊഴിലാളികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതുകൊണ്ട് കേരളത്തിൽ എന്താ കിട്ടിയത്? ഇതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാരഡോക്സ് ഇൻ ലേബർ മാർക്കറ്റ്. അപ്പം അതായത് നമ്മൾ വെറുതെ നമ്മൾ ഡെഡ് മണി ആയിട്ട് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫോറിൻ റെമിറ്റൻസ് വെറുതെ പാഴാക്കി കളയുന്ന രീതി, അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒന്നെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തുടങ്ങുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും, റിട്ടേൺസ് കിട്ടും. ഇത് വരും വേസ്റ്റ് മണിയായിട്ട് പോകുക. ഇതാണ് മറ്റൊന്ന്. ഇനി നമ്മൾ നോക്കിയപ്പോൾ നൗ വി ആർ നോട്ട് റെഡി ടു അഡോപ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ഇനി തൊഴിലാളികളുടെ ക്ഷാമം എന്ന് പറഞ്ഞു, അതിന് പകരമായിട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക് അല്ലെങ്കിൽ യന്ത്രങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരിക്കലും മുൻകൈ എടുക്കാറില്ല. നോട്ട് റെഡി ടു ഇൻട്രൊഡ്യൂസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. തൊഴിലാളികളില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഈ തൊഴിലാളികൾക്ക് പകരം യന്ത്രങ്ങൾ കൊണ്ടുവരാം എന്നുള്ള രീതിയും കേരളത്തിൽ നടക്കുന്നില്ല. ഇതാണ് മറ്റൊന്ന്. ഹിയർ ദർ ഇസ് എ ദാറ്റ് ഇസ് വി ആർ നോട്ട് അഡോപ്റ്റിംഗ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് അവർ ചേഞ്ച്. Here there is a qualitative change in education system. എന്തൊക്കെ പറഞ്ഞാലും വിദ്യാഭ്യാസത്തിലെ ഗുണപരമായ മാറ്റം, ആ സംവിധാനത്തിലെ ഗുണപരമായ മാറ്റം കാണുന്നുണ്ട്. Here there is a change in the qualitative change in the education system. And last that here is increase in the number of vocational institution and training institution. പരിശീലന സ്ഥാപനങ്ങൾ, വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ട്. ദീസ് ആർ ദ important impact on labor market. Reducing unemployment, reduce supply of workers, plus increase the demand for particular workers. Then
here there is a reduce the demand of construction workers. Now we are ready to import from other states, Bengal, Bihar, Orissa and Tamil Nadu. At the same time, here there is a neglect. Here there is a capital intensive technique, increase in the wage rate. പൊതുവെ കേരളത്തിലെ വേജിൻ്റെ റേറ്റ് കൂടുതലാണ്. Qualitative change in the education system. Now we are open so many technical, vocational and here there is a training institution. These are the main points are included in the case of the labor market. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. Second is that what about the society, health and education? Impact on society, health and education. When we analyze Gulf migration, what about the impact on society? Here there is an attitudinal change in the society here. Attitudinal change in the society. സമൂഹത്തിലെ അവരുടെ മനോഭാവത്തിൽ തന്നെ പല മാറ്റങ്ങൾ, അതായത് എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ സംഭവിച്ചു. ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ നമ്മൾ കണ്ടു. മാത്രമല്ല ഹിയർ ദർ ഇസ് എ ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ട്രെമൻഡസ് ചേഞ്ച്. എടുത്തു പറയത്തക്ക മാറ്റമാണ് വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഹെൽത്തിലും നമ്മൾ സംഭവിച്ചത്. അതായത് ന്യൂ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഓപ്പൺഡ് ഇൻ കേരള. പ്രത്യേകിച്ച് ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് നമുക്കറിയാം പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവുകൾ, അതിനെ മാനിച്ചുകൊണ്ട് കേരളത്തിലെ ഇഷ്ടം പോലെ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നു. പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടർ പുതിയ സ്ഥാപനങ്ങൾ എഡ്യൂക്കേഷൻ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു. നൗ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. നോട്ട് ഓൺലി ദിസ്, ഹിയർ ദർ ഇസ് എ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഹെൽത്ത് കെയർ ഓർ ഹെൽത്ത് ഫെസിലിറ്റീസ്. ഹെൽത്ത് ഫെസിലിറ്റീസിലും നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. നൗ ന്യൂ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എമേർജ് ചെയ്യുന്നു. മാത്രമല്ല പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കടന്നു വരുന്നു. റെഗുലർ ചെക്കപ്പ് വേണമെന്ന്, അതായത് ഹെൽത്തിൻ്റെ ചെക്കപ്പ് വേണം നമ്മൾ ആർഗ്യൂ ചെയ്യുന്നു. ദീസ് ആർ ദ ക്രിറ്റിക്കൽ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഇൻ ദ ഹെൽത്ത് ഫെസിലിറ്റീസ് ഓൾസോ. അപ്പം വിദ്യാഭ്യാസത്തിലും ഹെൽത്തിലും നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. Thus, here there is an improvement in human capital development. ഇതനുസരിച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സൊസൈറ്റിയിലെ നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ചു. Here there is a change in society's attitude. Then here there is a change in that is education and change in the health also. Attitudinal change, qualitative change in education. Here there is increasing. There is new paramedical institutions and private hospitals. It also started here. That's second. And third is that impact on consumption, saving and investment. Now, impact on consumption. Then here there is a increase the standard of living. അതായത് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ലാൻഡ്. ഭൂമിയുടെ വില കൂടുന്ന ജനങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് തുടങ്ങുന്നു. കൺസംഷൻ പാറ്റേൺ, നമ്മൾ പറഞ്ഞ കൺസ്യൂമർ ഡ്യൂറബിൾസിന് കൂടുതലായിട്ട് ഇത് ഇത്തരത്തിലുള്ള ഡ്യൂറബിൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. മാത്രമല്ല ഹിയർ ദർ ഇസ് എ ഇൻക്രീസ് ദ ഡിമാൻഡ് ഫോർ, ഹിയർ ദർ ഇസ് എ ഇൻക്രീസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നു, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതെല്ലാമാണ് ഇക്കണോമിക് ഇമ്പാക്ട്. റിയൽ എസ്റ്റേറ്റ്, പർച്ചേസ് ഓഫ് ലാൻഡ് വരുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. മാത്രമല്ല കൺസംഷൻ പാറ്റേണിൽ ചേഞ്ച് വരുന്നു. These are the economic impact. And next is that poverty and income. Poverty and income represent as because of foreign remittance. Foreign remittance because of employment opportunities in Gulf countries. Gulf countries എന്നുള്ള opportunities വർദ്ധിക്കുമ്പോൾ foreign remittance കൂടുന്നു. It reduce our poverty level. So more income in the hands. Now people are ready to invest in gold. At the same time, here there is a increasing their standard of living, increasing their income. People ready to purchase land, real estate, etc. So that is the another important point here. It reducing poverty and income. Because of Gulf employment opportunities, it reducing our poverty. At the same time, here there is a income, it increasing our standard of living. Then at the same time, new employment opportunities, it created more income, reducing poverty and increase the income also. And next is the reduction in unemployment. Because of Gulf migration, it
reducing our unemployment. The best example is that there's Lulu Group, this owner of Lulu Group. സോ ടു ഷോ ദാറ്റ്, അതായത് നമ്മുടെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് കൂടുതലായിട്ട് തൊഴിലവസരങ്ങൾ കേരളത്തിൽ വന്നു. ഉദാഹരണമായിട്ട് ലുലു ഗ്രൂപ്പിൻ്റെ ഓണർ യൂസഫ് അലി കൂടുതൽ പേർക്ക് കേരളത്തിലെ തൊഴിലവസരങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതും എന്താണ് ഗൾഫ് ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ടുണ്ടായത്. ഇൻക്രീസ് ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കേരള ഇക്കോണമി ബിക്കോസ് ഓഫ് ദ ഗൾഫ് മൈഗ്രേഷൻ. And last is the demographic impact. Demographic impact shows that because of Gulf migration, here there is a development in education, scientific education, technical education, etc. It creates, that is reducing our birth rate and reducing our death rate because of the education. That is a modern type of education. Modern education, the result is that birth rate and death rate comes down. ജനന നിരക്കും മരണനിരക്കും കുറയാനായിട്ട്, പ്രത്യേകിച്ച് ഫീമെയിൽ ലിറ്ററസി, സ്ത്രീകളുടെ വിദ്യാഭ്യാസം വന്നതോടുകൂടി നമ്മളെന്താണ് കൂടുതൽ ബോധവാന്മാരാകുന്നു. തന്മൂലം ജനന നിരക്ക് കുറഞ്ഞു. മാത്രമല്ല മെഡിക്കൽ ഫെസിലിറ്റീസ്, കൂടുതൽ ഹോസ്പിറ്റൽസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വന്നതോടുകൂടി ഹെൽത്തും കുറയുന്നു. അതോടൊപ്പം മാത്രമല്ല IMR, ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നു. These are the important structural changes in Kerala economy because of Gulf migration. These are the impact here. So impact of migration, one is the labor market, consumption, saving and investment. Then here there is a society, health and education. Then economic impact, poverty and income, reduction in unemployment and demographic impact. These are the impact. So this is the one of the important essay question in 2020 question paper. So at the same time, so it included all here. Yes, what are the important causes of migration problem and what are the important policies? Plus, which are the important, that is Gulf impact. This is one of the important question in 2020. At the same time, migration and immigration, one of short question in 2020. 2018 question paper essay is that what about the Gulf impact? Thank you. അമ്മയുടെ ഡിവൈസ് ഓവർ ഹീറ്റ് ആയിന്നാ പറയണത്.